ഹലോ ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വേറൊന്നല്ല, കൽമാസാണ്. കൽമാസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റേഷൻ അരി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അതിനായി ഞാൻ ചെമ്മീനാണ് എടുത്തത്. ചെമ്മീൻ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടൊന്ന് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. എനിക്ക് കൽമാസ് ചിക്കനേക്കാളും ബീഫിനേക്കാളും ഇഷ്ടം ചെമ്മീനിലാണ് കേട്ടോ. അപ്പം ഇതാ ഞാനിവിടെ റേഷൻ അരി ഒരു കപ്പ് എടുത്ത് തിളച്ച വെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതാ ഒരു മിക്സി ജാറിലേക്ക് ഒരു ഉള്ളിയും പിന്നെ വേണ്ടത് വലിയ ജീരകം 1.5 ടീസ്പൂൺ വലിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇതാ ഞാൻ അരി ഒന്ന് അരച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പത്തൽ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊന്ന് പത്തൽ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ കുഴക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരുന്നത്. അപ്പോൾ റേഷൻ അരിയാണെന്ന് പറയില്ല, അത്രയും ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽമാസാണ് കേട്ടോ. അപ്പോൾ നെയ്പ്പത്തിരൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും റേഷൻ അരി വെച്ചിട്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒരു 3 വലിയ ഉള്ളി ഒന്ന് ചെറുതായി കട്ടാക്കി എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം ഇവിടെ വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമസാല ചേർത്തേക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാൻ ഒരു 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നെങ്കിൽ പച്ചമുളക് അധികം ഇട്ട് കൊടുത്തോളൂ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാല വേണം. അപ്പോൾ ഇതാ നമ്മുടെ മഞ്ഞളൊക്കെ നല്ല പച്ചമണമൊക്കെ മാറിയ ശേഷം ഇതാ കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി വഴറ്റി കൊടുക്കാം. പിന്നെ ഇതാ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ആ ചെമ്മീനുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ട് പൊരിക്കേണ്ട ആവശ്യമില്ല. ഡ്രൈ ആക്കി പൊരിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങനെ മാറും. അപ്പോൾ ഇതാ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ആവിയിൽ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഉരുട്ടിയിട്ട് ഷേപ്പാക്കിയിട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ റൗണ്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതേപോലെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതാ തയ്യാറാക്കി വെച്ചത് നമുക്ക് ഒന്ന് പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലും മുകളിലായിട്ട് ഞാൻ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൽമാസ് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആവിയൊക്കെ കയറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്കിതെടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മുളകൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ഇതാ ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ആണെങ്കിൽ വെറും ആവിയിലാക്കിയത് മാത്രം അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്, എരിവ് പറ്റാത്തവർക്കാണെങ്കിൽ. പിന്നെ ഇതാ ഞാനിവിടെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ടും പാനിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാ കൽമാസവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിന് കേട്ടോ. അത് ഞാൻ പൊരിച്ചെടുക്കുന്നില്ല. അത് എരിവ് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയും തിന്നാലോ. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഞാൻ പൊരിച്ചെടുക്കുന്നില്ല. അപ്പോൾ കുറച്ച്
മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ കൽമാസും ഇതേപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ കൽമാസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇൻഷാ അല്ലാഹ്.